ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മളെ ഹോം ബേക്കേഴ്സിനും അതേപോലെ എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ചില കസ്റ്റമേഴ്സ് നമ്മളെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഒരു കേക്ക് വേണം, എന്താ റേറ്റ് എന്നാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ശരിക്കും ഒന്ന് സ്റ്റക്കായി പോവാറുണ്ട്. കാരണം കേക്കിൻ്റെ ഫ്ലേവറും അതേപോലെ കിലോ, കേക്കിൻ്റെ മോഡൽ, ഇത് മൂന്നും അറിഞ്ഞാലേ ഉള്ളൂ ഞങ്ങൾക്ക് ശരിക്കും ആ കേക്കിന് എന്താവും റേറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ചോദിക്കുന്ന കസ്റ്റമേഴ്സിനോട് ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആദ്യം നിങ്ങളൊരു ഫ്ലേവർ സെലക്ട് ചെയ്യുക, എത്ര കിലോ ആണ് വേണ്ടിയതെന്ന് സെലക്ട് ചെയ്യുക, അതേപോലെ ഏതാണ് മോഡലെന്ന് സെലക്ട് ചെയ്യുക. അത് മൂന്നും ചൂസ് ചെയ്താലേ ഉള്ളൂ ഞങ്ങൾക്ക് കേക്കിൻ്റെ റേറ്റ് കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ എന്ന് അവരെ പറഞ്ഞിട്ട് മനസ്സിലാക്കുക. പിന്നെ കേക്കിന് ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ ഒരു ഏരിയനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കേക്കിൻ്റെ ഫ്ലേവറിൻ്റെ റേറ്റ് വരുന്നത്. ചില ഏരിയയിൽ വളരെ കുറവായിരിക്കും, 550 ആ ഒരു റേറ്റിലൊക്കെ ആയിരിക്കും കേക്കിൻ്റെ റേറ്റ് ഉണ്ടാവുക. പിന്നെ ചില ഏരിയയിൽ ടൗൺ ഏരിയ ഒക്കെ ആകുമ്പോൾ 600, 650 ആ ഒരു റേറ്റൊക്കെ നമുക്ക് കേക്കിന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓരോ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേക്കിൻ്റെ റേറ്റിൽ വ്യത്യാസം വരിക. അപ്പം നമുക്ക് ഒരു നോർമൽ കേക്കിൻ്റെ ഡെക്കറേഷന് എങ്ങനെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ കസ്റ്റമർ വിളിച്ചിട്ട് പറയാണ്, എനിക്കൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് മതി, നോർമൽ ഡെക്കറേഷൻ, പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനൊന്നും എക്സ്ട്രാ ചാർജ് ഇടേണ്ട ആവശ്യമില്ല. കാരണം കേക്ക് ടോളല്ല, അതേപോലെ അതിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ടാത്ത കേക്കാണെങ്കിൽ നമുക്ക് ആ കേക്കിൻ്റെ റേറ്റ് മാത്രം മേടിച്ചാൽ മതി കേട്ടോ. നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഞാൻ മേടിക്കുന്ന റേറ്റ് വൈറ്റ് ഫോറസ്റ്റ് 650 രൂപ ആണ്. എനിക്ക് അങ്ങനെ ഒരു നോർമൽ ഡെക്കറേഷൻ വന്നാൽ ഞാൻ 650 രൂപ തന്നെ മേടിക്കാറുള്ളൂ കേട്ടോ. ഏതാണോ ഫ്ലേവർ കസ്റ്റമർ പറയുന്നത് ആ ഫ്ലേവറിൻ്റെ റേറ്റ് മാത്രം സിമ്പിൾ ഡിസൈൻ വാങ്ങിയാൽ മതി. ഇനിയിപ്പോൾ ടോൾ കേക്കിനാണെന്നുണ്ടെങ്കിൽ 50 to 150 വരെ എക്സ്ട്രാ ചാർജ് മേടിക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ 50 to 100 വരെയാണ് മേടിക്കാറുള്ളത് വിത്തൗട്ട് ഡെക്കറേഷൻ കേട്ടോ. ടോൾ കേക്കിൻ്റെ മാത്രം റേറ്റാണ് പറയുന്നത്. അതെന്താ അങ്ങനെ മേടിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയം തന്നെ ചിലപ്പോൾ ഒരു ടിന്നിൽ 2 ടിന്നിൽ മാത്രമായിരിക്കില്ല ഈ ടോൾ കേക്ക് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ടിന്ന്, ചിലപ്പോൾ 3, 4 ടിന്ന് വരെ നമ്മൾ എടുക്കും. അപ്പോൾ അതിൻ്റേതായ ബേക്കിംഗ് ടൈം കൂടുതൽ വരും. പിന്നെ നമ്മൾ ടോൾ കേക്ക് ചെയ്യുന്ന സമയത്ത് കേക്കിന് ലെയേഴ്സ് കൂട്ടേണ്ടി വരും. ഇപ്പോൾ 1 kg കേക്ക് ആണെങ്കിൽ 3 to 4 ലെയേഴ്സ് വരെയാണ് കൊടുക്കേണ്ടത് നോർമലി. പക്ഷേ ഇതാവുമ്പോൾ നമ്മൾ 5, 6 അത്രയും ലെയേഴ്സ് നമ്മൾ എക്സ്ട്രാ കൂട്ടേണ്ടി വരും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ചാർജ് കൂട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. കാരണം അതിൻ്റെ ഫില്ലിങ് കൂടുന്നുണ്ട്, ലെയേഴ്സ് കൂടുന്നുണ്ട്. നമ്മൾ ഓരോ ലെയേഴ്സ് കൂടും തോറും നമ്മൾ കേക്കിൻ്റെ ഓരോ ഫില്ലിങ്ങും ഗണാഷും ക്രീമും എല്ലാം നമുക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ടോൾ കേക്കിന് എക്സ്ട്രാ ചാർജ് ഇത്ര ഇടേണ്ടി വരുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടോൾ കേക്കിൻ്റെ ബോക്സ്. നോർമൽ കേക്കിൻ്റെ ബോക്സ് നമുക്ക് ടോൾ കേക്കിന് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ടോളായിട്ടുള്ള ബോക്സ് വേണം. അതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. ചെറിയ ടോളാണെങ്കിൽ 50 രൂപക്കാണ് റേറ്റ്. പിന്നെ വരുന്നത് 70 രൂപ അത്ര റേറ്റ് വരുന്നുണ്ട്. അത് നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. അതേപോലെ എന്തൊക്കെ സാധനങ്ങളാണോ കസ്റ്റമർ കേക്കിൽ വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഒക്കെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കസ്റ്റമറുടെ അടുത്ത് റേറ്റ് പറയാൻ വേണ്ടിയിട്ടോ. ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ടല്ലോ, അത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ എത്ര രൂപക്കാണോ കിട്ടുന്നത് അതിന്നും ഒരു 50 രൂപ വരെ നമുക്ക് കൂട്ടിയിട്ട് പറയാൻ. കാരണം നമ്മളിപ്പോൾ ഓൺലൈനിലായിട്ട് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പോയി മേടിക്കുന്ന ചിലവ് അതെല്ലാം കൂടിയും കൂട്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ ചാർജ് എന്തായാലും ഒരു 50 രൂപയെങ്കിലും കൂട്ടേണ്ടതുണ്ട്. പിന്നെ ഫോട്ടോ പ്രിൻ്റ് വെച്ചിട്ട് ചെയ്യുന്ന കേക്കിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പിലാണ് ഫോട്ടോ പ്രിൻ്റ് വരുന്നത്. എഡിബിൾ വരുന്നുണ്ട്, നോൺ എഡിബിൾ വരുന്നുണ്ട്. ഞാൻ നോൺ എഡിബിൾ വെച്ചിട്ടാണ് അധികവും കേക്കും ചെയ്യാറുള്ളത്. ഞാൻ പ്രിൻ്റ് ചെയ്യിക്കുന്ന ഷോപ്പിൽ 50 രൂപ ആണ് ഫോട്ടോ പ്രിൻറ്റിന് വരുന്നത്, നോൺ എഡിബിൾ കേട്ടോ. അപ്പോൾ അതിന് എക്സ്ട്രാ ഇടാം, 50 to 100 രൂപ വരെ നമുക്ക് എക്സ്ട്രാ ഇടാം. കാരണം നമുക്കത് ഷാർപ്പായിട്ട്
കട്ട് ചെയ്ത് കേക്കിൽ വെക്കാൻ ഒരുപാട് ടൈമിങ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ 50 to 100 രൂപ വരെ എക്സ്ട്രാ ചാർജ് ഇടാം. ഞാൻ 50 രൂപ ആണ് കേട്ടോ എക്സ്ട്രാ ഇടാറുള്ളത്. അതേപോലെ നമ്മൾ കേക്കിലൊരു ടോപ്പർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫ്ലവേഴ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ലീവ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ റേറ്റ് വരുന്നുണ്ട്. നമ്മൾ ഈ കസ്റ്റമർക്ക് ചില കസ്റ്റമേഴ്സിന് അറിയില്ല, ആ ലീവ്സിന് വരെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ എന്ത് മേടിക്കുകയാണെങ്കിലും കേക്കിൽ ചെറിയൊരു മുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് വരെ നമുക്ക് റേറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും തീരെ എക്സ്ട്രാ ഇല്ലാതെ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കരുത്. കാരണം നമുക്ക് അവിടുന്ന് അത്രത്തോളം നഷ്ടം വരുന്നുണ്ട്. നമുക്ക് എത്ര രൂപക്കാണോ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ കിട്ടുന്നത് അതിൻ്റെ ഒരു 50 രൂപയെങ്കിലും നമ്മൾ കൂട്ടി പറയണം. കാരണം നമുക്ക് അതിന് എക്സ്ട്രാ ചാർജ് നമുക്ക് വരുന്നുണ്ട്. പോയി മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ചാർജ് വരുന്നുണ്ട്. അതേപോലെ ഇനിയിപ്പോൾ നമ്മൾ ഓൺലൈനിൽ മേടിക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അതിനെ എക്സ്ട്രാ മേടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു നഷ്ടം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഹെയർ ഷേപ്പ് കേക്ക് ചെയ്യുമ്പോൾ 50 to 100 രൂപ വരെ നമുക്ക് എക്സ്ട്രാ ചാർജ് മേടിക്കാം കേട്ടോ. കാരണം അതിൽ നമുക്ക് കൂടുതൽ ടൈം ആവശ്യമുണ്ട്. അതേപോലെ നമ്മൾ കുറച്ചും കൂടെ ക്രീം, നോർമലി റൗണ്ട് കേക്ക് ചെയ്യുന്നതിലും കൂടുതലായിട്ട് ക്രീം നമുക്ക് ആഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് എക്സ്ട്രാ ചാർജ് മേടിക്കണം എന്ന് പറയുന്നത്. മേടിക്കാത്തവരുണ്ട് കേട്ടോ, ഞാൻ മേടിക്കാറില്ല. അതേപോലെ സ്ക്വയർ കേക്ക് ചെയ്യുമ്പോഴും ചിലർ 50 to 100 രൂപ വരെയൊക്കെ എക്സ്ട്രാ ചാർജ് മേടിക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മളത് കൂടുതൽ ടൈമിങ് എടുക്കേണ്ടി വരുന്നുണ്ട്. അതേപോലെ നമുക്ക് കൂടുതൽ ക്രീം ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഷാർപ്പ് എഡ്ജ് ആക്കി എടുക്കേണ്ടി വരുന്നുണ്ട്. നമ്മൾ സ്ക്വയർ കേക്കിന് ഷാർപ്പ് എഡ്ജ് ആക്കാൻ ഒരുപാട് ടൈമിങ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചിലർ റേറ്റ് ഇടുന്നത്. റേറ്റ് അതിനൊക്കെ നമുക്ക് എക്സ്ട്രാ മേടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ സ്ക്വയർ കേക്ക് തന്നെ നല്ല ഫ്ലാറ്റാക്കി ചെയ്യാറുണ്ട്. അതിനെന്തായാലും നമ്മൾ എക്സ്ട്രാ ചാർജ് മേടിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1 kg ഒരു കേക്ക് 2 kg ഒരു സൈസിലാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ബോക്സ് 1 kg ആ ബോക്സ് പോരാ, ബേസും 1 kg ആ ബേസ് പോരാ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചാർജ് നമുക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. ആ ബോക്സിനും ബേസിനും തന്നെ കൂടുതലായിട്ട് നമുക്ക് ചാർജ് എടുക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ചാർജ് മസ്റ്റായിട്ടും ഫ്ലാറ്റ് കേക്കിന് നമ്മൾ മേടിക്കണം. പിന്നെ ടയർ കേക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 50 to 150 രൂപ വരെയാണ് ചിലർ എക്സ്ട്രാ ചാർജ് മേടിക്കാറുള്ളത്. ടയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ചാർജാണ് കേട്ടോ പറയുന്നത്. പിന്നെ 3 ടയർ കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചാർജ് കൂട്ടേണ്ടതുണ്ട്. കാരണം നമ്മൾ എത്ര ടയർ നമ്മൾ കേക്കിൽ സ്റ്റാക്ക് ചെയ്യുന്നു അത്രയും ചാർജ് നമുക്ക് കൂട്ടാം. ഓരോ ടയറിനനുസരിച്ചിട്ടാണ് ചാർജ് ഇടുന്നത്. പിന്നെ അതിൽ നമ്മൾ എന്തൊക്കെയാണോ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഐറ്റംസ് അതിൻ്റെ ചാർജ് ഇടുക. അതേപോലെ പിന്നെ നമ്മൾ ഡ്രം ബേസ് ആണ് നമ്മൾ ടയർ കേക്കിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അതിൻ്റെ ചാർജ് ഇടുക. ചിലയിടത്തൊക്കെ 150 രൂപ വരെ ഡ്രം ബേസിന് ചാർജ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ റേറ്റ് ഇടുക. പിന്നെ അതേപോലെ 3 ടയർ കേക്ക് 2 ടയർ കേക്ക് അങ്ങനെയൊക്കെ ടയർ കേക്ക്സിന് ബോക്സിന് ഭയങ്കര റേറ്റാണ്. 160 രൂപ വരെ റേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാർജ് ഇടുമ്പോൾ അതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിടുക. പ്ലസ് ഒരു 50 രൂപ നമുക്ക് എക്സ്ട്രാ ഇടട്ടോ. പിന്നെ ഫോണ്ടൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണ്ടൻറ്റ് കേക്ക്സിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഫോണ്ടൻറ്റിനെക്കാട്ടിലും കൂടുതൽ റേറ്റ് വരുന്നത് ഫോണ്ടൻറ്റ് വർക്കിനാണ്. കാരണം ആ ഒരു വർക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈമിങ് എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കുറേ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ചെയ്യുന്ന വർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയോ മണിക്കൂറുകൾ വരെ ആ ഒരു വർക്കിന് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇരിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഫോണ്ടൻറ്റിന് ചാർജ് കൂട്ടുന്നത്. അത് ഓരോ വർക്കിനനുസരിച്ചിട്ടും ഓരോ ചാർജാണ്. ഇനിയിപ്പോൾ നോർമൽ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ചെറിയ ഡെക്കറേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ചെറിയൊരു സ്റ്റാർ കട്ടർ വെച്ചിട്ട് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമ്മളത് ഫ്ലാറ്റ് ആക്കി പരത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അതിന് പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 50 രൂപ ഒക്കെ മേടിച്ചാൽ മതി. പിന്നെ അതേപോലെ നമ്മൾ നെയിം എഴുതാറുണ്ടല്ലോ, ഫോണ്ടൻറ്റ് പരത്തിയിട്ട് ബ്രഷ് വെച്ചിട്ട് നെയിം എഴുതാറുണ്ടല്ലോ, അതിനൊന്നും എക്സ്ട്രാ ചാർജ് മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ടൈമിങ് വേണ്ടി ആവശ്യമുണ്ട്. അതൊക്കെ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ തൽക്കാലം ഞാൻ വീഡിയോ ലോങ് ആക്കുന്നില്ല. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.